തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. മെക് 7 വനിതാ വിങ്ങിന്റെ പ്രഥമ സാറ്റലൈറ്റ് യൂണിറ്റിന് പാലത്തിങ്ങലിൽ തുടക്കമായി. പാലത്തിങ്ങലിലെ കൊട്ടന്തലയിൽ നൗഫൽ താപ്പിയുടെ വസതിയിലാണ് സാറ്റലൈറ്റ് യൂണിറ്റ് ആരംഭിച്ചത്. ഈ ഭാഗത്തെ സ്ത്രീകൾക്ക് വ്യായാമത്തിന് വരുന്നതാണിത്. വൈകുന്നേരങ്ങളിലാണ് വ്യായാമം നടക്കുക. നിരവധി വനിതകളാണ് വ്യായാമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് സാറ്റലൈറ്റ് യൂണിറ്റ് ആരംഭിച്ചത്. മെക് 7 ബ്രാൻഡ് അംബാസഡർ ബാവ അറക്കൽ യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. 160ഓളം വനിതകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സീനിയർ ട്രെയിനർ സലാം വ്യായാമത്തിന്റെ വിവിധ വശങ്ങളിലെ ഡെമോൺസ്ട്രേഷൻ നടത്തി. മുൻഭാഗം രണ്ടും ഒരേ ലെവലിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കൈകൾ പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്ത് താഴോട്ട് ബെൻഡ് ചെയ്തതാ. അദ്ദേഹം കൈ നിരത്തോട്ട് ഇനി അവിടെ നിന്ന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയും താഴ്ത്തി അത് ബെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ നട്ടെല്ലിനെയും സ്പൈനലിനെയും ഒക്കെ പൂർണ്ണമായിട്ട് സ്ട്രെച്ച് ചെയ്യണം. പുറം വേദന ഇതുണ്ടാവും. ഇതിനൊക്കെ പുറം വേദന കംപ്ലീറ്റ് മാറും. കാൽ മസിലുകൾ ശക്തിപ്പെടും. വയറ് നേരത്തെ ഞാൻ ഫോട്ടോ കഴിച്ചില്ലേ, മെക് 7 മുമ്പും മെക് 7 ശേഷവും വയറൊക്കെ നന്നായിട്ട് ചുരുങ്ങും. മുഴുവൻ ചുരുങ്ങിയത് സലാം സാറിനാണ് അതിന്റെ ഫീസ് കൊടുക്കേണ്ടത്, കൊടുത്തിട്ടില്ല. അത്ര നമ്മൾ കിടന്ന് വയറ് ചെയ്യാൻ വേണ്ടി, വയറ് കുറയാൻ വേണ്ടി ചെയ്യുന്ന അതേ വ്യായാമം തന്നെയാണ് ഇത്. നമ്മൾ നിന്ന് ചെയ്യുന്നു കേട്ടോ. വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണ് ബെൻഡാവേണ്ടത്. പക്ഷെ മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ മടമ്പ് തൊട്ട് വിരലിന്റെ അഗ്രം വരെ പൂർണ്ണമായി സ്ട്രെച്ച് ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. എങ്ങനെയെന്നറിയോ? ഒരു കാല് മുന്നിലും പിന്നിലും ആണെങ്കിൽ മറ്റേ സൈഡിൽ വേദന വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് സ്ട്രെച്ചിങ് ആണ്. രണ്ട് കാലും സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ട് വളരെ കറക്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യും. റെഡി അല്ലേ? ഇനി ഇതിന്റെ കണ്ടിന്യൂ ആണ്. സലാം ക്ലാപ്പിംഗ് ഓവർ ബോഡി ബാക്ക് ബെൻഡ്. മെല്ലെ താഴ്ത്തി കൊണ്ടുവന്നു. ബ്രീത്ത് ഔട്ട് ചെയ്തു അല്ലെ? ബ്രീത്ത് ഔട്ട് ചെയ്തു, ബ്രീത്ത് ഇൻ ചെയ്തു, ബ്രീത്ത് ഇൻ ചെയ്ത് ബെൻഡ്. കണ്ടില്ലേ? പൂർണ്ണമായി നമ്മളെ ചെസ്റ്റിനെയും ലങ്സിനെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ പോസ്റ്റർ മാറ്റുന്നു. ഈ എക്സസൈസിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം കുറയും. ക്ഷീണത്തിന് കുറവുണ്ടാവും. അത്രയും ബ്രീത്തും ഓക്സിജനും നമ്മളെ ശരീരത്തിനകത്ത് താഴോട്ട്. അത് മാത്രം ആ നിൽക്കുന്ന പൊസിഷനിൽ കാലിന്റെ മടമ്പിലൊന്ന് മുന്നിലും ഒന്ന് പൊന്തി, തോലൊന്ന് പൊന്തിയിട്ട് താഴെ. ഇത് പ്ലയോമെട്രിക് എന്ന് പറയും. അതായത് പേശികളെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളെ കലോറി, നമ്മളെ ശരീരത്തിൽ മെറ്റബോളിസം വർദ്ധിക്കാനും കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകാനും സൈഡ്. ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെന്റർ, വയറിന് ചുറ്റും എല്ലാ ഭാഗത്തും നമ്മളെ കൈ എത്തി എല്ലാ ഭാഗത്തെയും ശരിയായി ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഈ എക്സസൈസിനെ സെറ്റ് ചെയ്തത്. മനസ്സിലായി? അക്യുപ്രഷറിന്റെ പൊസിഷൻ മനസ്സിലായില്ലേ? ഇനി വെറുതെ വയറുമേൽ ഇങ്ങനെ കൈയെ ചുഴിഞ്ഞ് കളിക്കണ്ട. ഈ സ്ഥലം ഈ പറഞ്ഞ പോയിന്റ്. ആദ്യം സൈഡ്, സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെന്റർ. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ വയറുവേദന, മലബന്ധം, ദഹന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഗ്യാസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കും കൂടി നിങ്ങൾക്ക് ഈ അക്യുപ്രഷർ നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഗുണം ചെയ്യും. അതല്ല കണ്ടോ? റൊട്ടേറ്റ് ചെയ്തു കണ്ടില്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ, വീണ്ടും കറക്റ്റ് സ്റ്റാൻഡിങ് പൊസിഷൻ. ഇനി റിവേഴ്സ്, നേരെ ഓപ്പോസിറ്റ് സൈഡ്. നമ്മളെ കാൽമുട്ടുകളിലെ കാഠിന്യം കുറക്കുക. കാൽമുട്ടുകൾ ഇങ്ങനെ കഠിനമാകുക, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഉറച്ച പോലെ വരുമ്പോഴൊക്കെയാണ് അവിടെ വേദന തുടങ്ങുക. അപ്പൊ അതിന്റെ ഒരു കാഠിന്യം കുറക്കാനും ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും കൂടുതൽ വഴക്കുള്ളതാക്കാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം ആ തുടയുടെ മസിലുകളെയൊക്കെ അത് ശക്തിപ്പെടുത്തുന്നു. വനിതകൾക്കുള്ള മെക് 7 ഓവർകോട്ടിന്റെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. ഡോക്ടർ VP ഹാറൂൺ അബ്ദുൾ റഷീദ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. സീനിയർ ട്രെയിനർ സലാം, വനിതാ ചീഫ് ട്രെയിനർ ബുഷ്ര ഹാറൂൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പാലത്തിങ്ങൽ ജനകീയ സമിതി ചെയർമാൻ P സുൽഫിഖർ അലി, കൺവീനർ C അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.